അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ദുരിതത്തിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഇടയ്ക്ക് വേറൊരു ദുരിതം കണ്ടത്. 200 പവനും വലിയൊരു വീടും കൊടുത്ത് ഒരു മകളെ കെട്ടിച്ചയച്ചിട്ട് അവസാനം അവർക്ക് സയനൈഡിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. ഓരോരുത്തരെയും നമ്മൾ ഓരോ കുട്ടികളെയും വളർത്തുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ കണ്ടുവന്നിരിക്കുന്നത് ഒരു കുട്ടി ഒരു പരുവം എത്തുമ്പോൾ തന്നെ കാറും വീടും എല്ലാമായി. നമ്മൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും അറിയിക്കാതെ ഇവർ വളർത്തുന്നു. പെട്ടെന്ന് വേറൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയെന്ന് നോക്കാം. അമ്മായിയമ്മ, അമ്മായിയച്ഛൻ, നാത്തൂൻ, പിന്നെ അനിയൻ, ചേട്ടൻ, അവരുടെ ബന്ധുക്കൾ, അവർ കല്യാണം കഴിച്ച വീട്ടിലെ ബന്ധുക്കൾ, അവരുടെ ബന്ധുക്കൾ എല്ലാവരും ഈ ക്യാമറയുമായിട്ട് ഈ കല്യാണം കഴിച്ചു വരുന്ന പെൺകുട്ടിയിലേക്ക് തിരിയും ആദ്യത്തെ ഒരാഴ്ച. അപ്പം ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ ആയിരിക്കും ഈ പെൺകുട്ടി ആ വീട്ടിലേക്ക് ചെയ്യുന്നത്. നമ്മൾ എഞ്ചിനീയറിങ്ങും മെഡിസിനും ഒക്കെ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഈ കലിയുഗത്തിൽ ഒരു സംസ്കാരമുള്ള അമ്മ വളർത്തുന്ന മകൻ ഒരിക്കലും ഒരു സ്ത്രീയെ ചതിക്കത്തില്ല. നമ്മളൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും, സ്ത്രീകൾ വേദനിപ്പിക്കരുത്, അവരെ ചതിക്കരുത്. അപ്പം സംസ്കാരമുള്ള ഒരു അമ്മ വളർത്തുന്നതാണെങ്കിൽ അവരൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ ആ അമ്മയ്ക്കും പറ്റില്ല. മകൻ ഒരു സ്ത്രീയെ ചതിച്ചു അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു എന്നറിയുമ്പോൾ സംസ്കാരമുള്ള ഒരു അമ്മയാണെങ്കിൽ അവർക്ക് വേദനിക്കും, അല്ലേ? അതുപോലെ മക്കളുടെ കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ആഫ്റ്റർ മാരേജ് നമ്മൾ നേരത്തെ പ്രീ ട്രെയിനിങ് കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള വിഷജന്തുക്കളുണ്ട്, പാമ്പുകളെക്കാളും മൂർഖന്മാരെക്കാളും വിഷമുള്ള ജന്തുക്കൾ നമ്മളിനി പോകുന്നിടത്ത് വഴിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതിനെയൊക്കെ ഫേസ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്ത് വേണം വിടാൻ. പിന്നെ നമ്മൾ വേറൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു മൂർഖനായി മാറാനും ചാൻസ് ഉണ്ട്. അതും മാറരുതെന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ വിടാൻ. ഞാൻ വലിയ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒന്നുമല്ല, സ്റ്റാഫ് നേഴ്സാണ്. അപ്പം ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പറയുന്നത്. പണ്ട് എൻ്റെ വീടൊരു പാഡി ഫീൽഡ്, ഒരു നെൽപ്പാടത്തിൻ്റെ സൈഡിലാണ്. അപ്പോൾ അവിടെ ചെറിയ മുറികളുണ്ട്, എനിക്കൊരു കയറ്റ് കട്ടിലുണ്ട്. എൻ്റെ സ്വർഗമായിരുന്നു ആ കട്ടിൽ. പിന്നെ അവിടെ ഒരു പുളിയുണ്ട്, ഒരു പറങ്കിമാവുണ്ട്. ഇതിൻ്റെ ചോടായിരുന്നു എൻ്റെ AC റൂംസ്. ഒരു 10-18 വയസ്സ് കഴിഞ്ഞിട്ടാട്ടോ. അതിനു മുമ്പേ ഞാൻ സിറ്റിയിലാണ് താമസിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ബ്രദേഴ്സ് ഇല്ല. അപ്പോൾ ഈ രാത്രി നമ്മൾ ഈ കയറ്റ് കട്ടിൽ കിടന്ന അന്ന് ഓടായിരുന്നു. അപ്പോൾ നമുക്ക് മുകളിൽ ആകാശം കാണാൻ പറ്റും. മഴ വരുമ്പോൾ മാറി കിടക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ രാത്രി ആകാശം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കൊരു കൂട്ടുകൂടെ കിട്ടിയാലോ, നമുക്ക് ആകാശം ഒരുമിച്ച് കാണാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ സിസ്റ്റേഴ്സ് എല്ലാം കല്യാണം കഴിച്ചു വരുമ്പോൾ നമുക്ക് ഒരുപാട് ബ്രദേഴ്സിനെ കിട്ടും. ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ ബ്രദേഴ്സാണല്ലോ ഹസ്ബൻഡ്സ് ഒക്കെ വരുമ്പോൾ. അപ്പോൾ ഐ വിൽ ഗെറ്റ് 2-3 ബ്രദേഴ്സിനെ കിട്ടും. അവർ ബ്രദേഴ്സ് നമ്മളെ പുറത്തുനിന്ന് ഒരാൾ ആക്രമിക്കാതെയും നമ്മുടെ കഞ്ഞികൂടി മുട്ടാതെ നോക്കത്തില്ലേ? നമ്മുടെ ഓൺ ബ്രദേഴ്സ് അങ്ങനെയല്ല. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, ചോദിക്കുകയാണത്. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഗ്രേറ്റ് ഇന്ത്യൻ വെഡ്ഡിങ് റേഷൻ കാർഡ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ മാറി. ബ്രദേഴ്സും ബന്ധുക്കളും ഒക്കെ വന്ന് സ്നേഹിച്ച് കൂമ്പാരം കൂട്ടിയപ്പോൾ റേഷൻ കാർഡ് പോലും, സ്വന്തമായി വീടുള്ളവർക്കല്ലേ റേഷൻ കാർഡ് ഉണ്ടാവുള്ളൂ, സ്വന്തമായി അഡ്രസ്സ് ഉള്ളവർക്ക്. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് ഗ്രേറ്റ് വെഡ്ഡിങ് അഡ്രസ്സ് ഇല്ലാതായി. മനസ്സിലായോ? 2 കൂട്ടരും ശത്രുക്കളായി. പോയ വീട്ടിലുള്ളവരും, കാരണം നിന്നെ ഞങ്ങൾ വലിയൊരു ഫാമിലിയിലേക്കാണ് വിട്ടത്, നീ എന്തിനാ തിരിച്ചു വന്നേ? അപ്പം തിരിച്ചു വരാൻ പാടില്ലല്ലോ. പക്ഷെ എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. ഹി വാസ് എ ഗ്രേറ്റ് പേഴ്സൺ. നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പനും അമ്മയും കുറച്ച് അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഞാൻ അവരുടെ കൂടെ നിന്നിട്ടില്ലാത്തതുകൊണ്ട്. പക്ഷെ അവർ അങ്ങനെ നമ്മളെ ഉപദ്രവിച്ചിട്ടില്ല, വേറെ ആരെയും ഉപദ്രവിക്കാനും സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ദാറ്റ് ടൈപ്പ് ഓഫ് പേഴ്സൺസ് ദേ ആർ. ആൻഡ് അവരിൽ ഞാൻ കണ്ടൊരു ക്വാളിറ്റി, അവർ ഈ പുതിയാപ്പിള കോര എന്നൊരു സംഭവമുണ്ട്. പുതിയാപ്പിള കോരയാണോ അങ്ങനെ എങ്ങാണ്ടൊരു സംഭവം
എനിക്ക് കൃത്യമായി അറിയത്തില്ല. ഈ മലപ്പുറം സൈഡിലൊക്കെ പുതിയ നോട്ട് ലൈക്ക് ദാറ്റ്, എന്തോ ഒരു ഇഫക്റ്റ് ആണത്. ലൈക്ക് ഈ ആണുങ്ങളെ കല്യാണം കഴിച്ചിട്ട് പെണ്ണുങ്ങളുടെ വീട്ടിലോട്ട് വന്ന് ഒരു വർഷം നിൽക്കുന്നു, അത് അവരുടെ സുവർണകാലം, ഭയങ്കര റെസ്പെക്റ്റ് കൊടുത്തൊക്കെ നോക്കും. അപ്പോൾ ലൈക്ക് വൈസ് മൈ പാരൻസ് ആർ ലൈക്ക്, ഇവരെന്ത് കാണിച്ചാലും ദേ നീഡ് അറ്റൻഷൻ, ദേ നീഡ് റെസ്പെക്റ്റ് എന്ന ഇതിലായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഓട്ട വീണ പുരയും നല്ല കാറ്റും കിടക്കാൻ ഒരു കട്ടിലും, എൻ്റെ വലിയ ലക്ഷറീസ് എന്ന് പറഞ്ഞാൽ എന്നാണ് രാവിലെ എണീക്കുമ്പോൾ ഒരു ചായയും കുറച്ച് നേരം ഇരിക്കാൻ പറ്റുക. ആർക്കെങ്കിലും പറ്റാറുണ്ടോ? ഓടണം. ആൻഡ് എവറിബഡി ഈസ് ട്രൈങ് ടു ആസ്ക് മീ വൈ യു ആർ ഡൂയിങ് ദിസ് ജോബ് എന്ന് ചോദിച്ചാൽ ഐ എം നോട്ട്, എനിക്ക് 18 മണിക്കൂർ 12 മണിക്കൂർ 24 മണിക്കൂർ ജോലി ചെയ്യുന്നത് എന്നെക്കൊണ്ട് എനിക്കതിനോട് മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തതുകൊണ്ട് എന്നെ ബ്ലെയിം ചെയ്യുന്നതിന് മുമ്പേ ആലോചിക്കാം, എനിക്ക് ഇച്ചിരി ബുദ്ധിയുണ്ട്. സോ ഞാൻ അതുകൊണ്ട് എന്തോ കണ്ടുപിടിച്ചു, ഈ 12 മണിക്കൂർ ഒരിടത്ത് ഇരുന്ന് നിന്നും ഓടിയും ചാടിയും ഉണ്ടാക്കുന്ന പൈസ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ്, അതാണ് പുതിയ തിയറി. സോ ദാറ്റ്സ് വൈ. പിന്നെ അതിനകത്ത് കുറച്ച് മൈനസുകളും കാണും. നിങ്ങൾക്ക് പെൻഷൻ, PF തുടങ്ങിയുള്ള പ്രൊട്ടക്ഷനൊക്കെ കിട്ടും, ഇതിനകത്ത് അത് കിട്ടത്തില്ല. ഒരു മനുഷ്യന് വിജയിക്കാൻ, നരേന്ദ്രമോദി എപ്പോഴാണ് വിജയിച്ചത്? അവസാന സമയം. അതുകൊണ്ട് കളിയാക്കാൻ നിർത്തുക. ഞാനൊരു നാൾ വിജയിക്കും. അപ്പോൾ ഇതിലോട്ട് വരാം. എനിക്ക് ഈ ഒരാഴ്ച ചുമ്മാ ഞാൻ എന്തൊക്കെയോ വീഡിയോ ഇട്ടു. ആ കമലേശ്വരത്തെ കുട്ടി എന്നെ വളരെ ഹേർട്ട് ചെയ്തു. കാരണം ഞാൻ ആ കുട്ടിയുടെ ഓർണമെന്റ്സ് നോക്കണം, അപ്പം പറയാൻ പാടില്ല. അതിലൊരു മാല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം പടുത്തുയർത്തിയനെ. ഒരു വീട് താമസിക്കാൻ, എൻ്റെ ലക്ഷറീസ് എന്ന് പറഞ്ഞാൽ ആരും ഇറക്കി, എൻ്റെ ലക്ഷറീസ് എന്ന് ഞാൻ വിചാരിക്കുന്നത് നമ്മളാരും ഇറക്കി വിടരുത്. പിന്നെ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തൊട്ട് ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട്, ഉച്ചയ്ക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടും. ഇത് രണ്ടും എൻ്റെ ലക്ഷറി. കിടക്കാനൊരിടവും ഇത് രണ്ടും ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ദാരിദ്ര്യക്കാരെന്ന് പറയുന്നത്. അതെന്തായാലും ദ ഗ്രേറ്റ് വെഡിങ് സാഗയും കമ്മിങ് ബ്രദേഴ്സും ഇല്ലാണ്ടാക്കി, തെരുവിലാക്കി. അപ്പോൾ ഈ 25-30 വർഷം ഒരു വീട്ടിൽ വളരെ സുഖിച്ച് നിൽക്കുന്ന, ഭക്ഷണമൊക്കെ കഴിച്ച് അമ്മയച്ഛൻ്റെ കൊഞ്ചി കുഴഞ്ചൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ വേറൊരു വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ആ ചെല്ലുന്ന വീട്ടുകാരൊന്ന് ഓർക്കണം, ഇത് വേറൊരു സേഫ് സോണിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, കുറച്ച് ദിവസം എടുക്കും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനതൊന്ന് ആലോചിക്കണം. അയക്കുന്ന ആൾക്കാർ പറഞ്ഞു വിടണം, നീ ഒരു സേഫ് സോണിലാണ് നിന്നത്, ഇനി പോകുന്നത് കുറച്ച് ഡേഞ്ചറസ് സോണിലാണ്, സോ ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഈ 8 മണി 9 മണിക്കൊക്കെ ഉണരുന്നതൊക്കെ കല്യാണത്തിൻ്റെ കുറച്ച് നാളുകളിൽ നമുക്ക് 6 മണിക്ക് ഉറങ്ങി എണീറ്റ് ശീലിക്കാം. ആദ്യമൊക്കെ നമ്മളൊന്ന് ഉറങ്ങാമെങ്കിലും അതൊക്കെ അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്ത് വിടണം. പിന്നെ 2, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിഷജന്തുക്കളോട് നമ്മൾ ഫൈറ്റ് ചെയ്യണം. അതിൽ ഏറ്റവും ബെസ്റ്റ് വിഷം എന്ന് പറഞ്ഞാൽ ഈ ചെല്ലുന്നിടത്ത പെണ്ണിനോ, നമ്മളിപ്പോൾ കല്യാണം കഴിച്ച ഒരു ചെറുക്കൻ്റെ വീട്ടിലേക്ക് വേണമെങ്കിൽ ആ ചെറുക്കൻ ഒരു പെങ്ങൾ കാണും. ഈ ചെറുക്കനെ ഊറ്റി 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 ആ പെങ്ങൾ ഇങ്ങനെ ആന പോലെ വളരും. നമ്മളോ? മനസ്സിലായി? ഇത് പലയിടങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്, പലയിടങ്ങളിൽ. ഇതിനൊരു നിയമം വരണമെന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതായത് ഒരു ബ്രദർ കല്യാണം കഴിഞ്ഞാൽ ഒരു സിസ്റ്ററിന് കൊടുക്കേണ്ടതും ഒരു സിസ്റ്റർ കല്യാണം കഴിഞ്ഞാൽ വൈസ് വേഴ്സ ബ്രദറിന് കൊടുക്കേണ്ടതിന് ഒരു നിയമം വയ്ക്കുന്ന കാര്യം. ചില ഇടങ്ങളിൽ ഈ കല്യാണം കഴിച്ചു പോകുന്ന പെണ്ണിനോ ചെറുക്കനോ ഒരു ബ്രദറോ സിസ്റ്ററോ ഉണ്ടായിരിക്കും. റീപ്രൊഡക്ഷൻ സമയത്ത് നിങ്ങൾക്ക് ഈ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ വീട്ടുകാരുടെ ഇടപഴകുന്ന സമയത്ത്, എന്തെങ്കിലും ഡീൽസ് വരുന്ന സമയത്ത് നിങ്ങൾ എന്തിനാ ഈ സിസ്റ്ററിൻ്റെ ബ്രദറിൻ്റെ കൂട്ടുപിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരിൽ നിന്ന് അഡ്വൈസ്, ഒരാളെ അവർ പോസ്റ്റ് ചെയ്തിരിക്കും ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ട. ആ പോസ്റ്റ് ചെയ്യുന്ന ബ്രദറും സിസ്റ്ററും അങ്ങറ്റം കണ്ണിങ് ആയിരിക്കും. അവരുടെ പേഴ്സണൽ നീഡ്സ്, അവർക്ക് കുറേ കാര്യങ്ങൾ ഇവരിൽ നിന്നും ഈ പർട്ടിക്കുലർ പേഴ്സണിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഗെയിം കളിക്കും. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഗെയിം എല്ലാം അറ്റ് ദ എൻഡ് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ തലമുറയായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വീർത്ത് വരുമായിരിക്കും, സുന്ദരികളായിട്ട് വരുമായിരിക്കും, വരുന്ന മരുമോള് മെലിഞ്ഞു പോവുമായിരിക്കും, നശിച്ചു പോവുമായിരിക്കും. പക്ഷേ നാളെ നമ്മുടെ മുമ്പിൽ കുട്ടികളുണ്ടെന്ന് ആലോചിക്കണം. 2, ഇനി ഈ ഭാര്യ വീട്ടുകാർക്ക് ഒരു സഹായവും ചെയ്യാൻ പാടില്ല. അതെന്താ അതെങ്ങനെ? ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടുകാരെയും ഭർത്താവിന് ഭാര്യയുടെ വീട്ടുകാരെയും സഹായിക്കാൻ പാടില്ല എന്ന് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടോ? ഏറ്റവും ഇത് കണ്ടതാ, ഭാര്യ വീട്ടുകാർക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. ആ ഭാര്യ വീട്ടുകാരെന്ന് പറഞ്ഞാൽ
ഒരു കുട്ടി ഉണ്ടായി. പിന്നെ ഈ ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്ന കൺസെപ്റ്റ് താൻ വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത് സമൂഹത്തിൻ്റെ മുമ്പിൽ എക്സ്പോസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. സോ അതൊരു സിസ്റ്ററിനോ അമ്മയ്ക്കോ ചെയ്യാൻ പറ്റും. സോ ഓവർ ദ ശക്തിയാണത്, മനസ്സിലായില്ലേ? അപ്പം രണ്ട് കൂടിച്ചേരലാണ്. അപ്പം ആ കൂടിച്ചേരലുകളിൽ നിങ്ങൾക്ക് വേറെ അസിസ്റ്റൻസിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും ഈ സ്ത്രീയോട് തല്ലുകൂടുമ്പോൾ നിങ്ങൾക്ക് അസിസ്റ്റൻസിൻ്റെ ആവശ്യം വരുന്നത്. എന്തിനാ അസിസ്റ്റൻസ്? അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളായിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. ഏറ്റവും ഭീകരമായി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ മദ്യപിക്കുന്ന ഒരു ഭർത്താവിനെ ഭാര്യ അത് ചെയ്യരുതെന്ന് പറയുകയാണെങ്കിൽ ഈ പർട്ടിക്കുലർ സിസ്റ്ററും ബ്രദറും അമ്മയും അപ്പം മകൻ്റെ ഒപ്പം ചേരും. മനസ്സിലായോ? നീ കുടിച്ചോ, നീ കുടിച്ച് നശിച്ചോ, നിന്റെ കരള് നശിച്ചോ, നിനക്കെന്താ, എനിക്കെന്താ നഷ്ടം, പോകുന്നത് നിന്റെ കരള. പക്ഷെ ആ മറുവശത്ത് നിൽക്കുന്ന സ്ത്രീക്ക് അവളുടെ കുട്ടിയുടെ അപ്പനാണ്. നമ്മുടെ ഭർത്താവ് എന്നതിലുപരി നമുക്ക് എപ്പോഴും നമ്മുടെ കുട്ടിയുടെ അപ്പൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ത്രീകൾക്ക്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് ഈ സ്ത്രീകളിൽ പലതരമുണ്ട്. അപ്പോൾ നമ്മളൊരു മയത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അമ്മ വെരി ഇമ്പോർട്ടൻറ്റ്, സിസ്റ്റർ ഇസ് ഇമ്പോർട്ടൻറ്റ്, വൈഫ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3 പേരെ എന്തുകൊണ്ട് ഒരു ഇതിൽ കൊണ്ടുപോകൂടാ? സിസ്റ്റർ അവരങ്ങ് പൊക്കത്തിലിരുന്നോട്ടെ, അമ്മ അവരങ്ങ് പൊക്കത്തിലിരുന്നോട്ടെ. തനിക്ക് വേണ്ടി തൻ്റെ ഒരു ബീജത്തിനെ ഉദരത്തിൽ പ്രസവിച്ച് പുറത്ത് കൊണ്ടുവന്ന് അതിനെ കഷ്ടപ്പെട്ട് വളർത്തുന്നത് എവിടെയെങ്കിലും കിടക്കട്ടെ. വാട്ട് ഈസ് ദിസ്? ഐ ഡോണ്ട് നോ. ആൻഡ് പിന്നെ എന്തുകൊണ്ട് ഈ ഹസ്ബൻഡിൻ്റെ വീട്ടിലും വൈഫിൻ്റെ വീട്ടിലും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൂടാ? എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ വൈഫിൻ്റെ വീട്ടിൽ ഇപ്പം വൈഫിൻ്റെ ബ്രദറോ സിസ്റ്ററോ കുറച്ച് മോശം അവസ്ഥയിലാണെങ്കിൽ ഹസ്ബൻഡ് വീട്ടുകാർക്ക് എന്തുകൊണ്ട് സഹായിച്ചുകൂടാ? വൈസ് വേഴ്സ തിരിച്ചും. 2 കുടുംബങ്ങളുടെ യോജിപ്പല്ലേ ഇതെങ്ങനെയാന്ന് വെച്ചാൽ. ആൻഡ് അനദർ അപകടം, നമ്മൾ കല്യാണം കഴിക്കുമ്പോഴെപ്പോഴും സെയിം സാമ്പത്തിക നിലയിലുള്ളവരായിരുന്നാൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ നമ്മളവിടെ വളരെയധികം പുച്ഛിക്കപ്പെടും. ഇതിനൊക്കെ നമുക്ക് ഇപ്പം നിയമസാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ നിയമസാധ്യതകളുണ്ട്, പക്ഷെ അതൊക്കെ കിട്ടി വരുമ്പോൾ ഒരു സമയമെടുക്കും. പിന്നെ ഒരു ഡിവോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ത്രീകളുടെ സൈഡിൽ ആരും ഉണ്ടാകത്തില്ല. ഇപ്പം ഈ 25-200 പവൻ കൊടുത്തിട്ട് ആ അമ്മ ആ മകളെ പഠിപ്പിക്കേണ്ടായിരുന്നോ എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന്? ഒരാളെ ഇൻസൾട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തൂങ്ങി, ഏതോ ഒരു തള്ള ഏതോ രീതിയിൽ വളർത്തിയ ഏതോ ഒരു മകൻ അല്ലെങ്കിൽ മകൾ എന്തോ കാണിച്ചു എന്ന് വെച്ചാൽ നമ്മൾ എന്തിനു സൂയിസൈഡ് ചെയ്യണം? നമ്മൾ ആ കിട്ടിയ സാധനവും കൊണ്ടുപോയി ഭംഗിയായി ജീവിച്ച് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അപ്പം മക്കളെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിപ്പിക്കേണ്ടത് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മളൊരു വിഷമവും അറിയാതെയാണ് കുട്ടികളെ വളർത്തുന്നത്. അപ്പം വേറൊരിടത്ത് നിന്ന് ഒരു വിഷമം അറിയുമ്പോഴത്തേക്ക് അവർക്കത് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മോക്ക് ഡ്രില്ലിങ് പോലുള്ള എന്തുവാ പറയണേ, ഇറ്റ്സ് ലൈക്ക് ഈ വലിയ അപകട സാധ്യതകളെയൊക്കെ തരണം ചെയ്യാൻ പഠിപ്പിക്കുമല്ലോ. അതുപോലെ കല്യാണത്തിന് മുമ്പേ ഒരു അപകടത്തെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു. നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ അപകടത്തെയാണ്. നിങ്ങൾ അവിടെ മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? അത് പഠിപ്പിച്ചു വിടേണ്ട ആവശ്യമുണ്ട്. ആൻഡ് അഗൈൻ ഐ എം ടെല്ലിങ്, ഒരു പെണ്ണിനെ ചതിക്കാൻ, കൂടത്തായി അല്ല കേട്ടോ, കൂടത്തായി പോലുള്ളവരുമുണ്ട്, ഇതെല്ലാം ഒരു ചടങ്ങായി വെച്ച് നടത്തുന്ന ആൾക്കാരുണ്ട്. ഒരു പെണ്ണിനെ ചതിക്കാൻ അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് മോശമായി പെരുമാറാൻ, ഇൻസൾട്ട് ചെയ്യാൻ ഒരു സംസ്കാരമുള്ള അമ്മ പഠിപ്പിച്ച മകന് പറ്റത്തില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്, മനസ്സിലായോ? പിന്നെ നമ്മൾ ഈ പറയും പോലെ എന്തുവാ ഇനി ഈ ഇറക്കി വിടലുകൾ, അതായത് ഞാൻ ഏറ്റവും കണ്ടിട്ടുള്ളതാണ്, ഒരു ഭാര്യയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നു, അപ്പോൾ എന്തെങ്കിലും വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നു, ഉടനെ ഭർത്താവിൻ്റെ സിസ്റ്റർ ഇറക്കി വിടറ അവളെ. ഷി ഡോണ്ട് ഹാവ് ദ റൈറ്റ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കുന്നത് അതിനുള്ള റൈറ്റ് നിങ്ങൾക്കില്ല. ഇനി പ്രത്യേകിച്ചും വരേണ്ട നിയമങ്ങൾ വെച്ചാൽ സ്വന്തമായി ഭൂമിയോ വസ്തുവോ ഒന്നും ഇല്ലാതെ കല്യാണം കഴിച്ചൊരു അന്യ വീട്ടിലേക്ക് പോകുന്നവളെ ഇറക്കി വിടാൻ ബ്ലോക്ക് ചെയ്യണം. അത് ഇറക്കി വിടാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കിടക്കാൻ സ്ഥലം കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ചിന്തിക്കാം എന്ത് വേണമെന്നുള്ളത്.
ഇനി ഒരു നല്ല തള്ളയ്ക്ക് ജനിച്ച ഒരു മക്കൾക്കും ഒരു പെണ്ണിനെ വഴിയാധാരമാക്കാനും പറ്റത്തില്ല. ഇതിനൊക്കെ ട്രെയിനിങ് കൊടുക്കേണ്ടത് അമ്മമാരാ. എൻ്റെ മകൻ ഒരു കുട്ടിയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ ഇൽട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് കേസ് ഫയൽ ചെയ്യണ ഞാനായിരിക്കും. പക്ഷെ കുട്ടി നന്നായിരിക്കണം. എൻ്റെ മകന് സമാധാനവും സന്തോഷവും കൊടുത്ത് മനോഹരമായി നോക്കുന്നൊരു കുട്ടിയെ ആ മകൻ തിരിച്ച് ഉപദ്രവിക്കുകയാണെങ്കിൽ ആൻഡ് അനദർ അപകടം സ്ത്രീകൾ, ഇതെല്ലാം ഞങ്ങൾ കൂട്ടിക്കുഴച്ച് പറയുക. ഇതൊരു നല്ലതായിട്ടൊക്കെ ചെയ്യണം എന്നുണ്ട്. അത് പതിയെ ചെയ്യാം. അടുത്ത പറഞ്ഞു വന്നത് ഈ നിയറിങ് ടു സംഭവങ്ങൾ വരുമ്പോൾ പിന്നെ നമുക്ക് മെമ്മറി ഇത് വരും. ഇപ്പോൾ ഈ വർത്താനം പറയുന്നത് തമ്മിലൊരു ജോയിനിങ് വരത്തില്ല. സോ ഐ എം ഫേസിങ് ദാറ്റ്. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ബ്ലോക്ക് വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എഴുതി വെച്ചിരുന്നു കേട്ടോ. ഈ കുട്ടി സൂയിസൈഡ് ഇതിനെ ബേസ് ചെയ്തിട്ട് എനിക്കൊന്ന് ഓർക്കാൻ പോലും എന്തിനാ അത്രയും അങ്ങനെ ഒരാൾ എന്തും പറഞ്ഞു എന്ന് വെച്ച് നമ്മുടെ എന്ത് നശിച്ചു പോകാനാണ് അവിടെ. നമ്മൾ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഹേർട്ടിന് ഒരു ഫിസ്റ്റ് ഇത്രേ വലുപ്പമുള്ളൂ. ഇത് പല കണക്ഷൻസ് ഉണ്ട് ഇതിനകത്ത് ഒരു കണക്ഷൻ പൊട്ടിയാൽ മതി ഈ അഹങ്കാരം എല്ലാം ടപ്പേന്ന് താഴെ വീഴും. പിന്നെ ഒന്നുമില്ല. അപ്പം ജീവിച്ച്